ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുന്നയ്ക്കാമൂളാണ്. ഇവിടെ വിളപ്പിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന RP ശിവജിയാണ് പുന്നയ്ക്കാമൂളിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ പൊതുവെ LDFിൻ്റെ കോർപ്പറേഷൻ LDFിൻ്റെ ഒരു തേരോട്ടം എങ്ങനെയായിരിക്കും? ഞാനിവിടെ 2015-20 കൗൺസിലറായിരുന്നു. അന്ന് തിരുവനന്തപുരം നഗരസഭയിലെ രണ്ടാമത്തെ കൂടിയ ഭൂരിപക്ഷം എൻ്റേതായിരുന്നു. ആ മത്സരത്തിൻ്റെ ആത്മവിശ്വാസമാണ് ഒരു കാരണം. മറ്റൊന്ന് LDFിൻ്റെ പൊതുമുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. ഏറ്റവും പ്രധാനം സംസ്ഥാനത്താകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ്. മറ്റൊന്ന് കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കിയ സ്മാർട്ട് സിറ്റി അടക്കമുള്ള പ്രോജക്റ്റുകൾ. ആ പ്രോജക്റ്റുകൾ ജനജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ സുസ്ഥിര വികസനത്തിനുള്ള ദേശീയ അവാർഡ് ഈ കോർപ്പറേഷനാണ് ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് അവാർഡുകളാണ്. കൂടാതെ ശുചിത്വ പരിപാലനത്തിലുള്ള ദേശീയ പുരസ്കാരങ്ങൾ നിരവധി തവണ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം തന്നെ ഇവിടുത്തെ സ്വാഭാവികമായി ഇന്നത്തെ സമൂഹം ഇതെല്ലാം വീക്ഷിക്കുന്നവരാണ്, നിരീക്ഷിക്കുന്നവരാണ്, പ്രത്യേകിച്ച് കേരളീയ സമൂഹം. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അത് മുൻപിലത്തേക്കാൾ നിലവിലുള്ളതിനേക്കാൾ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ എല്ലാം ഉറച്ച വിശ്വാസം. ഈ പുന്നയ്ക്കാമൂളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വികസന കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഈ വാർഡിന് മുന്നോട്ട് വയ്ക്കുന്ന എന്തെങ്കിലും ഒരു വികസന കാഴ്ചപ്പാടോ? തീർച്ചയായിട്ടും. കാരണം തിരുവനന്തപുരം നഗരം അനുദിനം വികസിക്കുന്ന ഒരു നഗരമാണ്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ നെറുകയിലേക്ക് നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണം തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പോർട്ടിൻ്റെ രൂപീകരണമാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ അനുബന്ധമായിട്ട് വളരെ വേഗത്തിൽ തിരുവനന്തപുരം മുന്നോട്ട് പോകും. അതിൽ ഈ പുന്നയ്ക്കാമൂൾ വാർഡിനും ഒരു ഭാഗമായി ചേരാൻ സാധിക്കും. അതിൽ ഞാൻ പ്രത്യേക ഊന്നൽ നൽകുന്നത് ഇവിടുത്തെ യുവാക്കൾക്കും യുവതികൾക്കും, അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്കും യുവതികൾക്കും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുന്ന പല വിധത്തിലുള്ള സംരംഭങ്ങൾ അതിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം. മറ്റെല്ലാം സാധാരണ നിലയിൽ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. റോഡുകളുടെ നവീകരണം, 2015-20 നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് കൊടുത്ത വാർഡാണ്. അതുപോലെ പെൻഷൻ ഗുണഭോക്താക്കൾ, ഇവിടുത്തെ കുളങ്ങളെല്ലാം ശുചീകരിച്ച് പാർക്കുകളാക്കി, ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്കറിയാവുന്ന, അതെല്ലാം ഒരു കൗൺസിലറുടെ സാധാരണ പ്രവർത്തനങ്ങളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. പക്ഷേ അതിനപ്പുറം നമുക്ക് യുവാക്കളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യണം. അതിൽ ഞാൻ കാണുന്നത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും അതിന് വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങളും അതിൻ്റെ മറ്റ് ഫിനാൻഷ്യൽ എയ്ഡുമെല്ലാം കണ്ടെത്തി നൽകുന്നതിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മറുഭാഗത്ത് BJPയും കോൺഗ്രസും ഒരു വലിയ രീതിയിൽ ഒരു ഭീഷണി ഇല്ലേ? അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. 2015-20 BJPക്ക് നിർണായകമായ മുന്നേറ്റം നടത്താൻ സാധിച്ചത്. 2020-25 അവർ 2 ഉപതെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചു. BJP 3 തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചു. അത് 2ലും അവർ പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രെൻഡ് മാറുന്നു, ജനങ്ങളുടെ വീക്ഷണത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളുടെ പരാജയം നൽകുന്നത്. കൂടാതെ ആഭ്യന്തരമായ അനേകം പ്രശ്നങ്ങൾ ആ പാർട്ടി അഭിമുഖീകരിക്കുന്നു. ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി പാർട്ടി മാറുന്നു എന്നുള്ളതാണ് താഴേക്കിടയിലുള്ള സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം. അവർ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്, പ്രവർത്തന രംഗത്ത് നിർജ്ജീവമാകുന്നുണ്ട്. ചിലരെല്ലാം തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതെല്ലാം തന്നെ ഇവിടുത്തെ സമൂഹം വീക്ഷിക്കുന്നുണ്ട്. അവരതിനനുസരിച്ച് BJPയുടെ വോട്ടിൽ തന്നെ കാര്യമായ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDFിൻ്റെ ഒരു മുന്നേറ്റത്തെ എങ്ങനെ കാണും? UDF മുന്നേറ്റം അപ്രസക്തമായ കാര്യമാണ്. കാരണം UDFന് കഴിഞ്ഞ പ്രാവശ്യം 8 സീറ്റുകളാണെന്ന് എൻ്റെ ഓർമ്മ ലഭിച്ചിട്ടുള്ളത്. അത് 100-ൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. താഴേക്കിടയിൽ അവർക്ക് അവതരിപ്പിക്കാൻ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പൊതുസമൂഹം അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ആ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിനാഥനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഈ പൊതുവെ ഏരിയ സെക്രട്ടറിമാരൊക്കെ കളത്തിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജില്ലാ നേതാക്കളൊക്കെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികം നമ്മൾ എല്ലാവരും കാണുന്നത് ഇവരിലാരെങ്കിലുമൊക്കെ മേയറായി മാറുമായിരിക്കും, മേയർ സ്ഥാനാർത്ഥികളാകുമെന്ന രീതിയിൽ. അങ്ങനെ ഇപ്പോൾ താങ്കളൊരു ഏരിയ സെക്രട്ടറി തന്നെയാണ്. ആ രീതിയിലുള്ള ഒരു എല്ലാ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ
താങ്കളുടെ പേരുമുണ്ട്. അതെ, ചിലപ്പോൾ അത് ഞാനല്ല, ഈ മത്സരിക്കുന്ന ആരുമല്ല തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ ഉയർന്ന ഫോറങ്ങളാണ്. തീർച്ചയായിട്ടും അതിനകത്തെല്ലാം പാർട്ടി സൂക്ഷ്മമായ പരിശോധന നടത്തിയാണ് എല്ലാ ഘട്ടത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തവണയും അതിനനുസൃതമായ തീരുമാനം വരും. അതിനൊരു ഊഹാപോഹത്തിൻ്റെ പുകമറ ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.